ഹായ് ഹലോ. ഞങ്ങളിപ്പോൾ പോകുന്നത് ഒരു സ്പെഷ്യൽ കസ്റ്റമറുടെ വീട്ടിലേക്കാണ്. ആളുടെ ടിയാഗോ EV പുതിയ വണ്ടി ഇന്നലെയായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. ഷാബാസാണ് ഡെലിവറി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൂടാണ്ട് ആൾക്ക് ഓൾറെഡി 2 ടാറ്റ വെഹിക്കിൾ ഉണ്ട്. അപ്പോൾ 3 വണ്ടി ടാറ്റ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമറാണ്. 3ഉം ഷാബാസ് തന്നെയാണ് ഡെലിവറി ചെയ്തിട്ടുണ്ടായത്. ഷാബാസ് ഒന്ന് പറയുമോ, എന്താണ് കസ്റ്റമറെ പരിചയപ്പെട്ടതും കസ്റ്റമറുടെ പേര് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുമോ? കസ്റ്റമർ നമ്മളെ ഫേസ്ബുക്ക് ആഡ് വഴിയാണ് നമ്മൾ ആദ്യം പരിചയപ്പെട്ടത്. അസ്കർ മോൻ എന്നാണ് സാറിന് പേര് വരുന്നത്. നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ സഫാരിയുടെ ആഡ് കണ്ട് സാർ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഷോറൂമിലേക്ക് വരികയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി എർട്ടിഗായിരുന്നു ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഒരു പ്രീമിയം സെഗ്മെന്റ്, കുറച്ചും കൂടി ഒരു പ്രീമിയം സെഗ്മെന്റ് എന്നുള്ള രീതിയിലാണ് ആള് സഫാരി ഓപ്റ്റ് ചെയ്യാൻ കാരണമായത്. സഫാരി ആള് ഡ്രൈവ് ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളി ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ തന്നെ ആൾക്ക് ടോട്ടലി വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് കാരണം ആള് പെട്ടെന്ന് തന്നെ ഡെലിവറി എടുക്കുകയും ശേഷം ഒരു 7 മാസം കഴിഞ്ഞ് ഉടനെ നമുക്കൊരു ടിയാഗോ പെട്രോളും കൂടെ പുള്ളി ഡെലിവറി എടുക്കുകയുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ നമ്മളെ ടിയാഗോ EV ഇപ്പൊ നമ്മൾ ഇന്നലെ ഡെലിവറി എടുത്തത്. പുള്ളി ഒരു റെഡിഗോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ബിസിനസിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടിയായിരുന്നു. അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് പുള്ളി EV-ലേക്ക് മാറിയത്. ഓക്കെ. സോ ടാറ്റ എന്നൊരു ഇന്ത്യൻ ബ്രാൻഡിനോട് ഇങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ള ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിൽ ഒരു കസ്റ്റമറാണ് അസ്കർ സാർ. അപ്പോൾ നമ്മൾ ബാക്കി കസ്റ്റമർ വീട്ടിലെത്തിയിട്ട് പുള്ളിയായിട്ട് ഡയറക്റ്റ് സംസാരിക്കാം. പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ അസ്കർ സാറിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സാർ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ് ടേക്കിംഗ് ടിയാഗോ EV. ഇത് ഞങ്ങൾക്കറിയാം നിങ്ങൾ ആദ്യത്തെ വണ്ടിയല്ല, ടാറ്റയുടെ 3ാമത്തെ വണ്ടിയാണ് സാർ എടുക്കുന്നത്. അപ്പോൾ സാറേ ഒന്ന് നമുക്ക് കാണുന്നവർക്ക് സാറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാം സാറിനെ പറ്റിയിട്ട്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്താണ്. ഇപ്പം നമ്മൾ ലാസ്റ്റ് ആയിട്ട് എടുത്ത EV. ഇത് നമ്മൾ ഇങ്ങനെ ഷോപ്പിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് EV എടുത്തത്. ഇപ്പം ഓൾറെഡി നമുക്ക് ടിയാഗോ ഉണ്ട്, പിന്നെ സഫാരി ഉണ്ട്, എല്ലാം ടാറ്റന്റെ വണ്ടികൾ തന്നെയാണ്. മുമ്പെല്ലാം നമ്മൾ മാരുതിന്റെ വണ്ടികളാണ് ഓടിച്ചുകൊണ്ടുണ്ടായിരുന്നത്. ഇപ്പം പിന്നെ ഹുണ്ടായിന്റെ ഉണ്ടായിന്. ഇപ്പൊ നമ്മള് ഫുള്ള് ഓടിക്കുന്ന എല്ലാം വീട്ടിലെല്ലാരും ഓടിക്കുന്ന ടാറ്റന്റെ വണ്ടികളാണ്. അത് അനിയന്റെ ആണ്. മറ്റേ ഇത് നമ്മൾ ഷോപ്പിന്റെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് പിന്നെ പിന്നെ ബേക്കറിയാണ്. പിന്നെ നമുക്ക് കുറെ കൃഷികളൊക്കെ ഉണ്ട് നാട്ടിലിങ്ങനെ, റബ്ബർ ഇതൊക്കെ ആയിട്ടുണ്ട്. മെയിൻ കാസർഗോഡ് ഇങ്ങനെ ബേക്കറിയാണ്, ബേക്കറി ഹോട്ടല്. സാറിന് എങ്ങനെയാണ് അപ്പോൾ ആദ്യത്തെ ഒരു കാർ എന്ന് പറയുന്നത്, സാറിന്റെ ലൈഫിൽ ആദ്യത്തെ ഒരു വണ്ടി വീട്ടിലേക്ക് വരുന്നതിനെ പറ്റി ഒരു ഓർമ്മ? ആദ്യം കുറെ 2012 അല്ലേ നമ്മള് 2012 നമ്മള് പിന്നെ ഇയോൺ എടുത്തത്. ആ വണ്ടി ഇപ്പോഴും വീട്ടിലുണ്ട് കേട്ടോ. ആ വണ്ടി ഇപ്പോഴും വീട്ടിലുണ്ട്. പിന്നെ നമ്മൾ എടുത്തത് പിന്നെ മാരുതിന്റെ എർട്ടിഗ. ആ എർട്ടിഗ എക്സ്ചേഞ്ച് ആക്കിയിട്ടാണ് നമ്മൾ സഫാരി എടുത്തത്. അപ്പൊ സഫാരി അത് ഫുൾ ഓപ്ഷൻ ആണ്, നല്ല വണ്ടിയാണ്. എനിക്ക് ഓടിക്കാനൊക്കെ നല്ല ഇതില് വണ്ടിയാണ്. നമ്മള് ലോങ് ഡ്രൈവ് ഒക്കെ ഇപ്പൊ നമ്മൾ ഇതിന്റെ ഇടക്കെല്ലാം എവിടെ പോയത്? അല്ല, കൊടക്, ബാംഗ്ലൂർ എല്ലാം പോയി. ട്രിപ്പില് ഏകദേശം കുറെ ലോങ് എല്ലാം പോയി. നമുക്ക് ഒരു ഇതിലുണ്ടായില്ല, വളരെ കംഫർട്ടബിളാണ്. വലിയ യാത്രയൊക്കെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും വളരെ, നമുക്കൊരു യാത്ര ക്ഷീണം ഇതുവരെ അതിലൊന്നും പോയിട്ട് ആ ഒരു ഹൈവേസിലൊക്കെ, പ്രത്യേകിച്ച് ലോങ് ഹൈവേസിലൊക്കെ പിന്നെ അതിൽ നമുക്ക് ഏറ്റവും ഉപകാരം നമ്മളെ ഒരു ഓപ്ഷന്, ആ ഓപ്ഷനില് ക്രൂയിസ് കൺട്രോള്. കാരണം ആ ഓപ്ഷനൊക്കെ നമ്മള് ആ മൈസൂര് ബാംഗ്ലൂര് ഹൈവേയിലൊക്കെ ഇങ്ങനെ പോകുമ്പോ അവിടുന്നാണ് നമ്മള് ആ ഒരു ഓപ്ഷന്റെ ഒരു ഗുണമൊക്കെ ഇങ്ങനെ കണ്ട്. ക്രൂയിസ് കൺട്രോളിലൊക്കെ അപ്പൊ ഒരു 98 ഇട്ടിട്ട് നമ്മള് ഒരേ പോക്ക് അങ്ങ് മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ വരെ ഒരേ ട്രിപ്പിലാണ് പോയത്. അതൊക്കെ വളരെ നല്ലൊരു ഓർക്കപ്പെട്ട ഡ്രൈവിങ്ങിലൊക്കെ വളരെ നമ്മളെ സംബന്ധിച്ചോളം ടാറ്റ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. ഇപ്പൊ ടാറ്റനെ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതില് ഒരാളാണ് സാർ. ഇപ്പൊ 3ാമത്തെ വണ്ടിയാണ് ഇപ്പം ഇന്നലെ ഡെലിവറി എടുത്തത്. അപ്പൊ അതിൽ പറയൂ ടാറ്റനെ പറ്റിയിട്ട് സാറിന്റെ ഒരു. ടാറ്റനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കേട്ടറിവ് തന്നെ ടാറ്റനെ കുറിച്ച് പറയാൻ ധാരാളം ഉണ്ട്. പിന്നെ നമ്മള് ഇന്ത്യൻ നിർമ്മിത വണ്ടികളാണ്. പിന്നെ EV ഒക്കെ എന്ന് പറഞ്ഞ നാട്ടിലെ നമ്മൾ ജോലി ചെയ്യുന്ന കാസർഗോഡാണ്. അവിടെ ഇഷ്ടംമാതിരി വണ്ടികളാണ്, ടാറ്റന്റെ ഒരുപാട് വണ്ടികൾ അവിടെ കണ്ടിട്ടാണ്, അവിടെ ഓരോരുത്തരുടെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞിട്ടാണ് നമ്മള് ഇപ്പൊ മലപ്പുറം പെരിന്തൽമണ്ണ വന്നിട്ട് നമ്മള് വണ്ടി എടുത്തത്. ഇപ്പൊ എന്റെ സുഹൃത്ത് തന്നെ കിഷോർ കുമാർ എன்ற ഒരാളുണ്ട്. മൂപ്പരിപ്പതിനിടയ്ക്ക് ഒരു 4 ദിവസം മുമ്പ് ഒരു പഞ്ച് എടുത്തു. അപ്പൊ പുള്ളിനോട് ഞാൻ ചോദിച്ചു EV-നെ കുറിച്ച് എന്താ അഭിപ്രായം എന്നറിയും. എല്ലാവർക്കും നല്ല അഭിപ്രായം പറയാനുള്ളത്. അപ്പൊ അങ്ങനെയാണ് ടിയാഗോ EV എല്ലാം എടുത്തത്. നമുക്ക് സഫാരി അടുത്തേക്ക് പോവാം. നമ്മുടെ ബീസ്റ്റ് ഇവിടെ ഉണ്ട്. അതെ, ടാറ്റയുടെ പഴയ സഫാരിയൊക്കെ സാർ ഓടിച്ചിട്ടോ? ആദ്യമായിട്ട് ഞാനൊരു പ്രീമിയം വണ്ടി ഓടിച്ചത് സഫാരിയാണ്. ഫസ്റ്റ് ആയിട്ട് ഓടിച്ചത് സഫാരിനാണ്. അതിന് മുമ്പ് പിന്നെ മാരുതിന്റെ എർട്ടിഗ ഓടിച്ചത്. അത് പിന്നെ പെരിന്തൽമണ്ണയില് നമ്മളെ പിന്നെ
ഷോറൂമിൽ വരുമ്പോൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് വന്നു. അതിൽ തന്നെ നമുക്ക് വളരെ നമ്മളന്ന് മലപ്പുറത്ത് ഏകദേശം മലപ്പുറം വരെ പോയി ഏകദേശം അല്ലേ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് സഫാരി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് മലപ്പുറം വരെ പോകും. അപ്പൊ തന്നെ എനിക്ക് തോന്നി ഈ വണ്ടി ഒന്ന് എടുത്താ കൊള്ളാം എന്നുള്ളൊരു, നമുക്ക് ഇങ്ങനെ കയറി ഇരിക്കുമ്പോഴൊക്കെ നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ യാത്രക്കും വളരെ നല്ല പവർഫുൾ, നല്ല സ്പേഷ്യസും ആണ് സാർ. മൈലേജും അത്യാവശ്യം നല്ല മൈലേജ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് 13.90 ആ റേഞ്ചിൽ എപ്പോഴും എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ ഭയങ്കര അടിച്ചു വിടുന്ന ഇതിലല്ല, വളരെ ഒരു ഇതായിട്ടേ പോകും. അതുകൊണ്ടായിരിക്കും എനിക്ക് എല്ലാ വണ്ടിക്കും പിന്നെ അത്യാവശ്യം നല്ല, എന്റെ പഴയ വണ്ടി മാരുതി ആണെങ്കിലും നല്ല മൈലേജ് എനിക്ക് ഉണ്ടായി. ഇതിനും 14ന്റെ അടുത്ത് എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഇത് സഫാരിയിൽ എടുക്കുമ്പോഴാണ് മൈലേജെല്ലാം കിട്ടുമെന്ന് എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് നല്ല സന്തോഷമാണ് ഇതിൽ. ഷബാസ് പറയൂ. ഷബാസാണ് എനിക്ക് മൂന്നാമതും വണ്ടി. ഇത് ഇവരാണ് എനിക്ക് തന്നത്. ഇതാണെങ്കിലും ഷബാസാണ്. ഇങ്ങനെ സമയം നമ്മൾ പിന്നെ ബന്ധങ്ങൾ എപ്പോഴും ഉണ്ട്. വണ്ടി എടുക്കുമ്പോൾ മാത്രമല്ല ഏത് ടൈമിലും പിന്നെ എല്ലാ ഡൗട്ടും ഞാൻ ചോദിക്കും. എനിക്ക് ഇത്ര പ്രീമിയം വണ്ടികളൊന്നും ഓടിച്ച് പരിചയമില്ല. അപ്പൊ ഓരോരോ ഫീച്ചേഴ്സ് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ ഷഹബാസിനോട് ചോദിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഓനാണ് പറഞ്ഞു തരല്. ഇത് അന്ന് ഇതിലൊക്കെ നമ്മള് ഒരു ഓട്ടോ ഹോൾഡ് എനിക്ക് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഓട്ടോ ഹോൾഡ് എന്ത് എന്നുള്ള സംഭവം എനിക്കറിഞ്ഞില്ല. അപ്പം നമ്മള് അത് ഓന് പറഞ്ഞു തന്നതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. ഓട്ടോ ഹോൾഡിന്റെ ഒരു ഉപയോഗം എന്താണെന്നല്ലേ. കയറ്റത്തിലൊക്കെ വണ്ടി തന്നു കഴിഞ്ഞാല് നമുക്ക് ഒന്നും നോക്കണ്ട, ഫ്രണ്ടിലേക്ക് എടുത്തങ്ങ് പോവാന്നുള്ളതൊക്കെ അപ്പൊ അത് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഏതൊരു വണ്ടി എടുക്കുമ്പോഴും നമ്മളത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പഠിക്കും എങ്ങനെയാണ് ഈ വണ്ടിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ഓൾറെഡി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ടാറ്റന്റെ സഫാരിയിൽ ഇല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സാറിന് ഇനി നമ്മൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഒരു 3 ടാറ്റ വണ്ടികൾ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ, സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ആരൊരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ ടാറ്റനെ കുറിച്ച് പറയും. അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മള് ഇതിപ്പോ എന്റെ അനിയന്റെ വണ്ടിയാണ്. അത് നമ്മൾ ഷോപ്പിൽ ഓടാൻ വേണ്ടിട്ട് എടുത്ത വണ്ടിയാണ്. ഇത് നമ്മള് പിന്നെ ഫാമിലിയൊക്കെ അങ്ങോട്ട് പിന്നെ കുടുംബസമേതം പോകാൻ വേണ്ടിട്ട് എന്നുള്ളൊരു ഉദ്ദേശത്തില് വീട്ടിൽ വെക്കാൻ വേണ്ടിട്ട് എടുത്തൊരു വണ്ടിയാണ്. അത് നമ്മള് ഷോപ്പിന്റെ കാര്യത്തിനെല്ലാം ഓടാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും ഇവിയിലേക്ക് സാർ കടന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവി സാർ ഓടിച്ച് തുടങ്ങിയ പിന്നെ സാർ ഇതൊന്നും ട്രൈ ചെയ്യില്ല, കുറച്ചുകൂടി ഞാനിപ്പോ ഇവിയിലേക്കാണ്. ഇന്നലെയാണ് ഇപ്പൊ നമുക്ക് ഡെലിവറി കിട്ടിയത്. ഇപ്പൊ നമ്മള് ഏകദേശം ഒരു പ്രാവശ്യം മഞ്ചേരി പോയി, പെരിന്തൽമണ്ണെന്ന് വന്നു, നിലമ്പൂര് പോയി അല്ലേ, നിലമ്പൂര് പോയി. ഇനിയിപ്പോ അതില് 120 എന്തോ ബാലൻസ് ഉണ്ട്. ഇനിയിപ്പോ ചാർജ് ചെയ്തിട്ട് നാളെ കാസർഗോഡ് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നോക്കിയിട്ട് ഞാന് ഷഹബാസിനെ വിളിച്ചിട്ട് പറയും. നമുക്ക് അങ്ങോട്ട് 150 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പൊ ഏകദേശം 200ന്റെ മുകളിലെല്ലാം റേഞ്ച് ഉണ്ട്. അപ്പൊ എന്തായാലും ധൈര്യമായിട്ട് നാളെ രാവിലെ ഞാൻ ഓടിച്ചിട്ട് പോകും. എന്നിട്ട് ഷഹബാസിനെ വിളിച്ചിട്ട് പറയും. ആയിക്കോട്ടെ. വളരെ സന്തോഷം. താങ്ക് യു.